സഖാവെ, ഞങ്ങൾ ആരും മറന്നിട്ടില്ല പിണറായിയാണ് ഭരിക്കുന്നത് എന്ന കാര്യം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. കാരണം ഞങ്ങള് സപ്ലൈകോയിൽ ചെല്ലുമ്പോൾ അവിടെ സാധനമില്ല, സബ്സിഡിയുള്ള സാധനങ്ങളില്ല, പെൻഷന് സമയമാകുമ്പോൾ അത് ലഭിക്കാറില്ല. അത് മാത്രമല്ല, നാട് മുഴുവൻ കടക്കണിയിൽപ്പെട്ടിരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം. സുപ്രീം കോടതിയുടെയും അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെയും മുമ്പിൽ ഈ പിച്ചപാത്രവുമായിട്ട് ഈ സർക്കാർ നടക്കുന്നത് അതിന് പണം കടം വാങ്ങാനുള്ള അനുവാദത്തിന് വേണ്ടി കേണപേക്ഷിച്ച് നടക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഇതിന്റെയൊക്കെ കാരണഭൂതൻ ആരാണെന്നും ആരാണ് ഈ രാജ്യം ഭരിക്കുന്നത് എന്നും ഞങ്ങൾ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. അതൊന്നും മറന്നിട്ടില്ല, അത് ഓർപ്പിക്കേണ്ട കാര്യവുമില്ല. രാധയുടെ കൊച്ചുമകള് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ വീഡിയോയിൽ പകർത്തി. അങ്ങനെയാണ് ഇതിന്റെ വിശദാംശങ്ങളും തെളിവുകളും പുറത്തേക്ക് വന്നത്. അങ്ങനെ വീഡിയോ പകർത്തുന്നത് കണ്ടപ്പോൾ ഈ തൊഴിലാളികളിൽ ഒരാളിൽ നിന്ന് പിടിച്ചു വാങ്ങിയ ഒരു കത്തിയുമായിട്ട് ഒരു പ്രാദേശിക നേതാവ് അങ്ങനെ അലറി പാഞ്ഞു വരുന്ന ഒരു ചിത്രം ഇന്നത്തെ പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. അത് വാസ്തവത്തിൽ ഒന്ന് കാണണം. നമ്മുടെ പ്രാദേശിക കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ യഥാർത്ഥ മുഖം, CPM നേതാക്കളുടെ യഥാർത്ഥ മുഖം നമുക്ക് അവിടെ കാണാൻ കഴിയും. ഏതോ ഒരു ഉദയൻ സാറാണ്. ഇതാണ് ഇപ്പോഴത്തെ പ്രാദേശിക തലത്തിലെ പാർട്ടിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഒരു പ്രാദേശിക നേതാവിന്റെ ധാർഷ്ട്യം, അഹങ്കാരം, ഞങ്ങൾ എന്തും ചെയ്യുമെന്നുള്ള ഒരു തോന്നൽ, ഞങ്ങളാണ് ഇവിടെ സർവസ്വം എന്ന തോന്നൽ, അതാണ് ആ ചിത്രത്തിൽ തെളിയുന്നത്. ആ ചിത്രത്തിന് നിദാനമായ സംഭവത്തിന്റെ പിന്നിലും നമുക്ക് അതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോഴിക്കോട് കുറ്റ്യാടി എന്ന് പറയുന്ന സ്ഥലത്ത് വിനീത കോട്ടായി എന്ന പറയുന്ന ഒരു സ്ത്രീയെ വർഷങ്ങളോളം CPMകാര് ഊരുവിലക്കി വീട്ടുതടങ്കലിലാക്കി കുട്ടികളുമായി പുറത്തിറങ്ങാൻ ഉള്ള സ്വാതന്ത്ര്യം പോലും നൽകാതെയിരുന്നു. അവര് ഒരു സാധാരണ സ്ത്രീയാണ്. അവരുടെ വീട്ടില് പലരെയും ജോലിക്ക് വിളിക്കും. അക്കൂട്ടത്തിൽ തൊട്ടടുത്തുള്ള ഒരു CPM നേതാവിന്റെ ഭാര്യയ്ക്ക് ജോലി നിഷേധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, അതൊരു വെറും പ്രവർത്തകല്ല, നേതാവ് തന്നെയാണ്, ബ്രാഞ്ച് തലത്തിലൊക്കെ ഉള്ള ഒരു നേതാവാണ്. അയാളുടെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തില്ല എന്ന് പറഞ്ഞ് അവരെ നിരന്തരം വർഷങ്ങളോളം ഭീഷണിപ്പെടുത്തുകയും അതുപോലെ തന്നെ ഭീതിയുടെ നിഴലിൽ ജീവിക്കാൻ അവർ നിർബന്ധിതരാവുകയും ചെയ്തു. കഥ നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഏറ്റവും അവസാനം അവരൊറ്റയ്ക്ക് നിന്ന് പോരാടുകയായിരുന്നു. ഏറ്റവും അവസാനം കോടതിയിലെത്തിയ കേസ്, ഈ കേസിൽ പ്രതികളായ 3-4 പേർക്ക് 4 വർഷം വീതം കഠിന തടവ് കോടതി വിധിക്കുകയും ചെയ്തു. ഇത് കുറ്റ്യാടിയിലെ വിനീത എന്ന് പറയുന്ന സ്ത്രീയുടെ അനുഭവം. പയ്യന്നൂർ ലഡാട്ട് എന്ന സ്ഥലത്ത് ചിത്രലേഖ എന്ന് പറയുന്ന ഒരു ദളിത് പെൺകുട്ടി, അവര് ഓട്ടോ ഓടിച്ചാണ് ജീവിച്ചിരുന്നത്. അവര് മറ്റേതോ സമുദായത്തിൽപ്പെട്ട ഒരാളെ വിവാഹം കഴിച്ചു എന്നുള്ളതാണ് അത്രേ കാരണം. അവരെ എടാട്ട് സ്റ്റാൻഡില് ഓട്ടോറിക്ഷ ഓടിക്കാൻ അനുവദിച്ചില്ല. ഓട്ടോറിക്ഷ CITU തൊഴിലാളികൾ കത്തിച്ചു. അതിനുശേഷം അവര് കാട്ടാമ്പള്ളി എന്ന സ്ഥലത്തേക്ക്, കണ്ണൂർ ജില്ലയിലെ തന്നെ കാട്ടാമ്പള്ളി എന്ന ഒരു സ്ഥലത്തേക്ക് വന്നു. അവിടെയും ഇവർക്ക് CITUവിന്റെ ഊരുവിലക്കും ഇത്തരത്തിലുള്ള ഭീഷണികളും നേടിയാണ്. ജീവിക്കാൻ അനുവദിക്കാത്തൊരവസ്ഥ. തൊഴിലാളി സ്ത്രീയാ, തൊഴിലാളി പാർട്ടിയുമാണ്, തൊഴിലാളി യൂണിയനാണ്. പക്ഷെ ഈ തൊഴിലാളി സ്ത്രീയെ ജീവിക്കാൻ അനുവദിക്കാത്ത ഒരവസ്ഥ. കാട്ടാമ്പള്ളിയിലും ഓട്ടോറിക്ഷ കത്തിച്ചു. എത്രയോ കാലം ആ ചിത്രലേഖ എന്ന പെൺകുട്ടി CPMന്റെ ഈ ക്രൂരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വിധേയായി. നമ്മുടെ തിരുവനന്തപുരത്ത് കാട്ടായിക്കോണത്തിനടുത്ത് ഉണ്ടായൊരു സംഭവം. മാങ്ങോട്ടുകോണം എന്ന് പറയുന്ന സ്ഥലത്തെ ബ്രാഞ്ചിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയാ, പാർട്ടി പ്രവർത്തകയാ, അല്ലാതെ അന്യായ സ്ത്രീ ഒന്നുമല്ല. അവര് തിരുവനന്തപുരത്ത് നവകേരള സദസ്സ് നടന്നപ്പോൾ അതിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. മറ്റെന്തോ കാരണങ്ങളാൽ അതിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. അപ്പൊ പിന്നെ CITUകാർ തീരുമാനിച്ചു, അല്ലെങ്കിൽ പാർട്ടി ഘടകം തീരുമാനിച്ചു, നീ ഇവിടെ വണ്ടി ഓടിക്കണ്ട. ഇതാണ് CPMന്റെ ജനാധിപത്യം. അവരുടെ തന്നെ പാർട്ടിയിൽപ്പെട്ട സഖാക്കളോട് എടുക്കുന്ന രീതി.